സോ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ എന്ത് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം. സോ ദ ഫസ്റ്റ് ചാപ്റ്റർ ഈസ് ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ് അല്ലേ. നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ സുന്ദരമായിട്ടുള്ള ഒരു നോട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അതിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഇരുന്നിരുന്ന് വായിക്കാൻ നിൽക്കണ്ട. വളരെ സുന്ദരമായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് മുമ്പിൽ ഒരു നല്ല നോട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. CMA ജംഗ്ഷൻ്റെ നോട്ട്സാണ്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ ഷാർപ്പായിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ നോട്ട് ഞാൻ താഴെ അറ്റാച്ച് ചെയ്യും. അതെന്ത് ചെയ്യാം, നിങ്ങൾക്ക് നോക്കിയിട്ട് വായിക്കാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റോറി പോലെ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് ഒരു ചായവാലൻ്റെ സ്റ്റോറി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ചായവാല നമ്മൾ എന്ത് ചെയ്യാൻ പോണേ, ചായവാല ഇയാൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇയാളാണ് ചായവാല. ഇയാളുടെ പേരെന്താണ്, സുനു എന്ത് ചെയ്യാൻ പോവാണ്, ഒരു ചായ ബിസിനസ് തുടങ്ങാൻ പോകണം. അതായത് ഒരു ടീ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, എന്തിനായിരിക്കും ഇയാളൊരു ടീ ഷോപ്പ് തുടങ്ങണം എന്ന് വിചാരിച്ചത്? ടെൽമി, എന്തിനായിരിക്കും? ഫേമസ് ആവാൻ വേണ്ടിയാണോ? അല്ല, പിന്നെന്തിനാണ്? വെറുതെ കുറേ സമയമുണ്ട് അതുകൊണ്ട് ടൈം പാസ്, അതിനു വേണ്ടിയാണോ? നെവർ എവർ. പിന്നെ എന്തിനാണ്? ഓക്കെ, ചായ കുടിക്കാൻ കുറേ ആൾക്കാർ വരും, അപ്പം നമുക്ക് കുറേ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം, അതാണോ? അല്ല. പിന്നെ എന്തിനായിരിക്കും സുനു ഒരു ടീ ഷോപ്പ് തുടങ്ങണം എന്ന് ഉദ്ദേശിച്ചത്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കി ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടാത്തത്. എങ്ങനെയാണ് മക്കളെ, എന്തിനു വേണ്ടിയിട്ടാണ് സുനു ഒരു ടീ ഷോപ്പ് തുടങ്ങുക എന്ന് വിചാരിച്ചത്? സിമ്പിൾ ആൻസറാണ്, പ്രോഫിറ്റ്. കിട്ടിയിട്ടില്ലല്ലേ? സോ പ്രോഫിറ്റ്, ഈ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് സുനു ഒരു ചായ ഷോപ്പ് തുടങ്ങാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സുനുക്ക് എന്തിനാണ്? നമുക്കറിയാം എല്ലാ ബിസിനസ്സും എക്സിസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? എക്സിസ്റ്റ് ചെയ്യുന്നത് പ്രോഫിറ്റിന് വേണ്ടിയാണ്, റൈറ്റ് അല്ലേ? ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ ബിസിനസ്സും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് കിട്ടും? സുനു ഒരു സാധാരണക്കാരനാണ്, സുനുക്ക് എങ്ങനെ പ്രോഫിറ്റ് കിട്ടും? നമുക്കറിയാം, സെയില് നടക്കണം അല്ലേ? അതായത് സുനു ചായ വിൽക്കണം, എന്നാൽ മാത്രമാണ് എന്ത് സംഭവിക്കുള്ളൂ, അവിടെ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ ഒരു ഇൻകം അവിടെ ജനറേറ്റ് ആവുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് സുനു ചായ വിൽക്കുക? ഓക്കെ, നമുക്ക് ആദ്യം അത് നോക്കാം. സുനു എന്തെയാണ്, രാവിലെ പോയിട്ട് ഒരു 6 മണിക്ക് പോയിട്ട് ഷോപ്പിൽ പോയിട്ട് എന്ത് വാങ്ങാണ്? മിൽക്ക് വാങ്ങാണ്. എത്ര രൂപയുടെ മിൽക്ക് വാങ്ങുന്നത്? 600 രൂപയുടെ മിൽക്ക് വാങ്ങാണ്. ഓക്കെ, പിന്നെ ചായയിൽ എന്തൊക്കെ ഇടും? ഷുഗർ ഇടും അല്ലേ? ഷുഗർ എത്ര രൂപയുടെ ഷുഗർ വാങ്ങുന്നത്? 200 റുപ്പീസിൻ്റെ ഷുഗർ വാങ്ങാണ്. പിന്നെ എന്താ വേണ്ട? മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ടീ പൗഡർ. എത്ര രൂപയുടെ ടീ പൗഡറാണ് വാങ്ങുന്നത്? 300 രൂപയുടെ ടീ പൗഡർ. പിന്നെ എന്ത് വേണം? ഇത് മാത്രം മതിയോ? പോരാ, ഗ്യാസ് വേണം അല്ലേ? ഗ്യാസ് എത്ര രൂപയുടെ ഗ്യാസ് വാങ്ങാൻ പോകുന്നത്? വാങ്ങൂല, ഓൾറെഡി ഉണ്ടാവും. നമുക്ക് ഏകദേശം ഒരു 200 കണക്കൂട്ടാം. സോ ടോട്ടൽ സുനുക്ക് ചായ വിൽക്കാൻ വേണ്ടി ചിലവായ പൈസ എത്രയാണ്? 1300 അല്ലേ? സോ എന്നിട്ട് എന്ത് ചെയ്തു? ഇത് 6 മണിക്ക് നടക്കുന്ന സംഭവമാണ്, 6 AM. അങ്ങനെ സുനു എന്ത് ചെയ്തു? ചായയൊക്കെ വിറ്റു. ഒരു വൈകുന്നേരമായി, ഒരു 5 PM സുനുയുടെ കയ്യിലെ പൈസ നോക്കുകയാണ്. ഓക്കെ, കച്ചവടമൊക്കെ കഴിഞ്ഞു. സുനുയുടെ കയ്യിൽ പൈസ നോക്കുന്ന സമയം സുനുവിൻ്റെ കയ്യിൽ എത്ര ഉണ്ട്? 2000. ഓക്കെ, അപ്പോൾ എത്ര രൂപയുടെ കച്ചവടം നടന്നു? 2000 രൂപയുടെ കച്ചവടം നടന്നു. സോ സുനു എന്ത് ചെയ്യണം? ഓക്കെ, 1300 ചിലവായ പൈസ, ഈ 2000 നമ്മൾ കച്ചവടം നടത്തിയത്. സോ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു എത്രയാണ്? പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോസ്റ്റ്. ഇങ്ങനെ ആയിക്കൂടെ? സുനു ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. ഈ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആവണം എന്നുണ്ടോ? ഇല്ല, കോമൺ സെൻസോട് ചിന്തിച്ചാൽ മതി. അതായത് 2000 രൂപയുടെ സെയിൽ നടന്നു,
1300 ചിലവായ പൈസ. സോ ടോട്ടൽ നമുക്ക് കിട്ടിയ ലാഭം ഇസ് ഈക്വൽ ടു 700 റുപ്പീസ്. ഓക്കെ. അപ്പോൾ സുനു ഒരു ദിവസം എന്ത് ചെയ്യുന്നുണ്ട്? കച്ചവടം നടത്തുന്നുണ്ട്, ലാഭം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല ശനിയാഴ്ച, ഓക്കെ, സാറ്റർഡേ, മനു സുനുയുടെ ഫ്രണ്ടാണ് മനു. സുനുവിൻ്റെ ഫ്രണ്ട് മനു എന്ത് ചെയ്യുന്നു? സുനുയുടെ വീട്ടിലേക്ക് വരുന്നു. ഓക്കെ, എന്നിട്ട് സുനുവിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. എന്താണ്, പ്രോഫിറ്റ് ഒക്കെ ഉണ്ടോ? ഓക്കെ, 1 ഇയർ ആയിട്ട് എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി, എത്ര കച്ചവടം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? മനു സുനുവിനോട് ചോദിക്കുന്നു. അപ്പോൾ സുനു എന്ത് പറയുന്നു? കച്ചവടമൊക്കെ ഉണ്ട്, പിന്നെ അത്യാവശ്യം നല്ല കച്ചവടമാണ്, ഇടയ്ക്ക് അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ലോസൊക്കെ ഉണ്ടാവും, എന്നാലും അതൊക്കെ കോപ്പപ്പ് ചെയ്ത് വരും എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? സുനു മനുവിനോട് പറയുന്നു. ഓക്കെ, അങ്ങനെ സുനുയുടെ കയ്യിൽ എന്തില്ല? മനു ചോദിക്കുന്ന ടൈമിൽ പ്രോപ്പറായിട്ട് കൊടുക്കാൻ ഒരു ഇൻഫർമേഷൻ ഇല്ലല്ലോ. ജസ്റ്റ് ഇങ്ങനെ പറയാണ്, ഓക്കെ നല്ലൊരു ലാഭമുണ്ട്, പിന്നെ നല്ല കച്ചവടം ഉണ്ട്, ഇടയ്ക്ക് അങ്ങനെയാണ് ഇടയ്ക്ക് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? സുനു ഇങ്ങനെ പറയാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് എന്തില്ല? ഒരു ഇൻഫർമേഷൻ സുനുയുടെ കയ്യിലില്ല. എന്തുകൊണ്ടാണ് സുനുയുടെ കയ്യിൽ പ്രോപ്പറായിട്ടുള്ളൊരു ഇൻഫർമേഷൻ ഇല്ലാത്തത്? എന്നിട്ടാണ് മക്കളെ? ബിക്കോസ് റെക്കോർഡ് ചെയ്യുന്നില്ല. പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, അപ്പം മനു ചോദിക്കുന്ന ടൈമിൽ സുനുയുടെ കയ്യിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഇല്ല. എന്തുകൊണ്ടാണ്? സുനു വെറുതെ കുറേ കച്ചവടം നടത്തുകയാണ്. അതിൽ എന്ത് ചെയ്യാണ്? രാവിലെ പോയിട്ട് സാധനം വാങ്ങാണ്, വൈകുന്നേരം പോയിട്ട് വിൽക്കുകയാണ്, പിന്നെ ഈവനിങ് കുറച്ച് പൈസ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഡെയിലി എന്ത് ചെയ്യാണ്? പോയിട്ട് ഇങ്ങനെ കച്ചവടം ചെയ്യാണ്. കാര്യങ്ങൾ പ്രോപ്പറായിട്ടൊന്നും റെക്കോർഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സുനുയുടെ കയ്യിൽ എന്തില്ല? പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ല. ഓക്കെ, മനസ്സിലായില്ലേ? സോ നമ്മൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക? നമുക്ക് ഒരു മന്ത് അല്ലെങ്കിൽ ഒരു ഇയർ എൻഡിൽ നമ്മൾ എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ഇൻഫർമേഷൻ അതിൽ നിന്ന് കിട്ടുള്ളൂ. ഓക്കെ, ഇനി എന്താണ് സുനു റെക്കോർഡ് ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞല്ലോ, സുനു റെക്കോർഡ് ചെയ്യണം, എന്നാലാണ് ഇൻഫർമേഷൻ പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു തേർഡ് പാർട്ടിനോട് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എന്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, എന്തൊക്കെ റെക്കോർഡ് ചെയ്യണം? ഇൻകം റെക്കോർഡ് ചെയ്യണം അല്ലേ? അതായത് സുനുയുടെ കയ്യിലേക്ക് വരുന്ന ഇൻകം നമ്മൾ റെക്കോർഡ് ചെയ്യണം. അതായത് എത്ര സെയിൽ നടന്നു, എത്ര ടീ വിറ്റു, എത്ര കോഫി വിറ്റു എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഇൻകം റെക്കോർഡ് ചെയ്യണം. പിന്നെ നമ്മൾ എന്ത് റെക്കോർഡ് ചെയ്യണം മക്കളെ? എത്ര പർച്ചേസ് നടന്നു. നമ്മൾ രാവിലെ പോയിട്ട് സാധനം വാങ്ങുന്നുണ്ട്, അത് എത്ര നടന്നു എന്നുള്ളത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. വൈകുന്നേരം ആകുമ്പോൾ നമ്മളേയും ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അത് എത്രയാണെന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, പിന്നെ ഈ ചായ വാങ്ങാൻ, ഈ ഒരു പാല് വാങ്ങാൻ, അതേപോലെ പഞ്ചസാര വാങ്ങാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ പോകുന്നുണ്ട്. ആ ടൈം നമുക്ക് എന്തുണ്ട്? കുറേ എക്സ്പെൻസ് ഉണ്ട് അല്ലേ? ഗ്യാസ്, ഇലക്ട്രിസിറ്റി, എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് എക്സ്പെൻസ് ഉണ്ട്, അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? എവറിത്തിങ് മസ്റ്റ് ബി റിട്ടൺ. അതായത് സുനു എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? എഴുതി വെക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? ഒരു പ്രോപ്പർ ഇൻഫർമേഷൻ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്കൊരു തേർഡ് പാർട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് തിങ്, നമ്മളൊരു സുനു എന്താണ്? രാവിലെ വരികയാണ്, ഒരു വലിയ നോട്ട് ബുക്ക്, 200 പേജിൻ്റെ നോട്ട് ബുക്ക് എടുത്ത് അതിലെന്ത് ചെയ്തു? ഓക്കെ, പാല് 600, പിന്നെ ചായപ്പൊടി 300, റെൻ്റ് 5000 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെക്കണം. എന്നിട്ട് ഒരു ദിവസം, അതായത് 31 മാർച്ച് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു കൊല്ലം കഴിഞ്ഞിട്ട് സുനു ഇങ്ങനെ എത്ര കച്ചവടമായിരുന്നു നോക്കട്ടെ എന്നിട്ട് ഈ ബുക്ക് എടുത്ത് അങ്ങ് നോക്കണം. എന്തെങ്കിലും മനസ്സിലാവോ മക്കളെ? ഇല്ല, ഒന്നും മനസ്സിലായില്ല. വെറുതെ റാൻഡമായിട്ട് കുറേ പേജസിൽ റാൻഡമായിട്ടുള്ള കുറേ കാര്യങ്ങൾ എഴുതി വെക്കുകയാണ് ചെയ്തത്. അപ്പം പിന്നെ അതേപോലെ കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും, കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ടാവും? ഈ ഒരു 200 പേജിൻ്റെ നോട്ടിലുണ്ടാവും. ഇത് മനസ്സിലാക്കാൻ എന്താണ്? വളരെയധികം ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ടൈമാണ് സുനു എന്ത് ചെയ്യാണ്? ഒരു അക്കൗണ്ടൻറ്റ് എന്നെ പോയിട്ട് കാണുകയാണ്. ഒന്നും മനസ്സിലാകുന്നില്ല. സുനുക്ക് എന്ത് ചെയ്യണം? ഇനി അങ്ങോട്ട് പ്രോപ്പറായിട്ടെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ ഇൻസ്റ്റെഡ് ഓഫ് റാൻഡം റൈറ്റിംഗ്, വെറുതെ കുറേ കാര്യങ്ങൾ എഴുതുന്നതിന് പകരം സുനു എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? അക്കൗണ്ടിങ് റൂൾസ് ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു. എല്ലാം സിസ്റ്റമാറ്റിക് ആക്കാൻ
സൂനു എന്ത് ചെയ്തു? തീരുമാനിച്ചു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ ചാർട്ടിലേക്ക് പോവാം. നമ്മൾ ചാർട്ടിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? സെയിൽ നടന്നതിനാൽ അല്ലെങ്കിൽ ഒരു കച്ചവടം നടന്നതിനാൽ നമുക്ക് 2 രീതിയിൽ റെക്കോർഡ് ചെയ്യാം. ഒന്ന്, ഞാൻ പറഞ്ഞ പോലെ ഒരു രജിസ്റ്റർ, ഒരു പെന്നും എടുത്ത് നമ്മൾ വെറുതെ കുറേ ഇൻകം നടത്തി, കുറേ പർച്ചേസ് ഉണ്ട്, കുറേ സെയിൽ ഉണ്ട്, കുറേ എക്സ്പെൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വലിച്ച് വാരി അങ്ങോട്ട് എഴുതാം. അല്ലെങ്കിൽ രണ്ടാമത്തെ രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യാം. പ്രോപ്പറായിട്ട് എങ്ങനെയാണ്? വിത്ത് ക്ലാരിറ്റിയോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. അതേപോലെ റിലയബിൾ, അതായത് ഇൻഫോർമേഷൻ ട്രസ്റ്റ് വേർത്തി ആയിരിക്കും. കൺഫ്യൂഷൻസ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ഇൻഫോർമേഷൻ നമ്മൾ പെട്ടെന്ന്, നമുക്കൊക്കെ അക്കൗണ്ട്സ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാൻ പറ്റും. സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്താലുള്ള ഒരു ഉപകാരമാണ് ഞാനിപ്പോൾ പറയുന്നത്. ക്ലാരിറ്റി ഉണ്ടാവും. ഓക്കെ, ഇൻഫോർമേഷനിൽ ക്ലാരിറ്റി ഉണ്ടാവും, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അതേപോലെ പെട്ടെന്നൊരു സംഭവം നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് അറ്റ് ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഡിസിഷൻ മേക്കിംഗ്. അതാണ് ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ത് മനസ്സിലാക്കാം? പ്രോഫിറ്റ് കൂടുകയാണോ കുറയാണോ? അതായത് പിന്നെ ജൂണിൽ ഇത്രയാണ് പ്രോഫിറ്റ്, ഓക്കെ, ജൂലൈ ആകുമ്പോഴത്തേക്ക് അത് ഡിക്രീസായി, ഓക്കെ, ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് അത് കുറച്ച് കൂടി, പിന്നെ ഫുൾ അങ്ങോട്ട് ഡൗൺഫോൾ ആണ്. അങ്ങനെയുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡിസിഷൻ അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതേപോലെ നമ്മളെ സപ്പോസ് ജൂണിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? മിൽക്ക് വാങ്ങിയിട്ടുണ്ടാവും. ആ ടൈമിന് മിൽക്കിൻ്റെ പൈസ നമ്മൾ 500 കൊടുത്തിട്ടുണ്ടാവുക. ജൂലൈ ആകുമ്പോഴേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? മിൽക്ക് 600 അപ്പം നമുക്കിവിടെ എന്ത് മനസ്സിലാക്കാം? നമ്മളെ കോസ്റ്റ് ഇൻക്രീസ് ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം? സുനുക്ക് ഡെസിഷൻ എടുക്കാം, അല്ലേ? നമ്മളെ പ്രോബ്ലം എന്താണ്? എന്തുകൊണ്ടാണ് വാട്ട് ഈസ് ദ റീസൺ? നമ്മളെ പ്രോഫിറ്റ് ഡിക്രീസ് ആകാനുള്ള റീസൺ എന്താണ്? പിന്നെ നമുക്ക് നോക്കാം എക്സ്പെൻസ്. നമ്മൾ ട്രാവൽ ചെയ്ത എക്സ്പെൻസ് ഇവിടെ 200 പിന്നെ നമ്മൾ ട്രാവൽ ചെയ്തത് എത്രയായി മാറി? 500 മാറി. ദ റീസൺ എക്സ്പെൻസ് ആണ്. ഓക്കെ, അല്ലറ ചില്ലറ എക്സ്പെൻസ് കൂടി, അതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പ്രോഫിറ്റ് ഡിക്രീസ് ആവാനുള്ള റീസൺ. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ, നമ്മളപ്പോൾ എന്ത് പഠിച്ചു മക്കളെ? നമ്മൾക്ക് അറിയാം അക്കൗണ്ടിങ് നമ്മളെ ഡെസിഷൻസ് എടുക്കാൻ സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് അക്കൗണ്ടിങ് എന്താണെന്നുള്ളത് കാര്യം നമുക്ക് തീർക്കാം. കാരണം അക്കൗണ്ടിങ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. കാരണം എന്താണ്? +1 നിങ്ങൾ പഠിക്കുന്നതാണ്. സോ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് വേഗം ഓടിച്ചു വിടാം റെക്കോർഡ്. അപ്പം അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ 4 വേർഡ്സ് ആലോചിക്കുക. റെക്കോർഡ്, ക്ലാസിഫൈ, സമ്മറൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ദ റിസൾട്ട്. അപ്പം റെക്കോർഡ് എന്താണ്? നമുക്കറിയാം ഒരു ബിസിനസ്സിലേക്ക് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാംസങ് ഒരു ദിവസം 15,000 ഫോൺ വിൽക്കുകയാണ്. ഓക്കെ, സെയിൽ നടത്താണ്. ഈ എല്ലാ കസ്റ്റമേഴ്സിനും സാംസങ്ങിൻ്റെ കമ്പനിക്ക് ഓർത്ത് വെക്കാൻ പറ്റുമോ? ഇല്ല. വൈ? എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ മാനുവലി ഒരു മനുഷ്യനെ എല്ലാം ഓർത്ത് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്? പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് റൈറ്റ് ചെയ്യും. ഇന്ന് സെയിൽ നടന്നാൽ നമ്മളത് അപ്പാടെ എഴുതി വെക്കും. അസെറ്റ് പർച്ചേസ് ചെയ്താൽ അതും എഴുതി വെക്കും. സോ ഇങ്ങനെ ഈ ഒരു റൈറ്റിംഗ് പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയാം? റെക്കോർഡിംഗ് എന്ന് പറയാം. സിമ്പിൾ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഒരു സംഭവം നടന്നാൽ നമ്മളത് അപ്പാടെ എഴുതി വെക്കും. അതിനാണ് എന്ത് പറയുക? റെക്കോർഡിംഗ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് വൺ ഇസ് ക്ലാസിഫൈങ്. ക്ലാസിഫൈങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമിലർ ട്രാൻസാക്ഷൻസ്. ഓക്കെ, സിമിലറായിട്ട് നടക്കുന്ന ട്രാൻസാക്ഷനെ നമ്മൾ എന്ത് ചെയ്യും? ഗ്രൂപ്പ് ചെയ്യും. ഓക്കെ, സിമിലറായിട്ട് നടക്കുന്ന ട്രാൻസാക്ഷൻസ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യും. അതായത് പർച്ചേസ് എല്ലാം നമ്മൾ ഗ്രൂപ്പ് ചെയ്യും, സെയിൽസ് എല്ലാം ഗ്രൂപ്പ് ചെയ്യും, അസറ്റ് എല്ലാം ഒരു ഗ്രൂപ്പ്. സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഗ്രൂപ്പ് ചെയ്യും. കാരണം നമുക്കിപ്പോൾ ഒരാൾ നമ്മളോട് വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങളെ കമ്പനീന് എത്ര സെയിലുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഗ്രൂപ്പ് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ വരുന്നത് നെക്സ്റ്റ് തേർഡ് വൺ സമ്മറൈസ്. സമ്മറൈസ് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മൊത്തത്തിൽ സമ്മറൈസ് ചെയ്യുക. നമ്മൾ സമ്മറൈസ് അക്കൗണ്ടിങ്ങിൽ എന്താണ് സമ്മറൈസേഷൻ? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇതാണ് നമ്മളെ സമ്മറൈസ്. അതായത് എത്ര ട്രാൻസാക്ഷൻ, കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും, ആയിരക്കണക്കിന് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. എല്ലാം
ഓണർ ഇരുന്നിട്ട് ഇങ്ങനെ വായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, മൊത്തത്തിലൊന്ന് സമ്മറൈസ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ആവും. അതായത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് എല്ലാം ബാലൻസ് ഷീറ്റ് എടുത്തൊക്കെ നമുക്ക് മനസ്സിലാവും ഇത്ര പ്രോഫിറ്റാണ് ഈ മാസം ഉള്ളത്, ഈ കൊല്ലം ഉള്ളത്, അല്ലെങ്കിൽ ഇത്ര അസറ്റാണ് നമുക്കുള്ളത്, ഇത്ര ലാബിലിറ്റി ആണ് നമുക്കുള്ളത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, സമ്മറൈസ് ചെയ്യും. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ഇസ് ഇൻ്റർപ്രിറ്റിംഗ്. അതായത് നമുക്കിപ്പം മനസ്സിലാവും ഇപ്പോൾ 2025 എന്തുണ്ടാവും, നമുക്ക് 8 lakh rupees പ്രോഫിറ്റ് ഉള്ളത്. 2026 നമ്മളെ പ്രോഫിറ്റ് എത്രയായി, 12 lakh ആയി. സോ നമുക്കിവിടെ നിന്ന് എന്ത് മനസ്സിലാക്കാം, പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്, 4 lakh ഇൻക്രീസ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായിക്കൂടെ. സോ നമുക്ക് അതിൽ നിന്ന്, നമ്മൾ റെക്കോർഡ് ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു റിസൾട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനാണ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് എന്ന് പറയാം. ഓക്കെ, സോ ഇതാണ് 4 ഫങ്ഷൻസ്. ഇത് ആലോചിച്ച് വെക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് വായിച്ച് വിടുക. നിങ്ങൾ ഓൾറെഡി +1 +2 പഠിച്ച കാര്യമായിരിക്കും. ഇപ്പം പഠിക്കാത്ത ആളാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, വായിക്കുക. നമ്മളിവിടെ പറഞ്ഞ കാര്യം തന്നെയാണ്, ജസ്റ്റ് റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ നിന്ന് നമ്മളൊരു ഇൻഫർമേഷൻ എടുക്കുക എന്നുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണ്, നമുക്ക് 2 രീതിയിൽ ഇൻഫർമേഷൻസ് കിട്ടും. ഓക്കെ, അതായത് നമ്മൾ ഒരു അക്കൗണ്ട്സ് ചെയ്യുകയാണെങ്കിൽ, അക്കൗണ്ടിങ് ഇസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ്, മെഷറിങ്, കമ്മ്യൂണിക്കേറ്റിംഗ് എക്കണോമിക് ഇൻഫർമേഷൻ ടു പെർമിറ്റ് ഇൻഫോംഡ് ജഡ്ജ്മെൻറ്റ്സ് ആൻഡ് ഡെസിഷൻ ബൈ ദ യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ. അതായത് നമ്മൾ ഇൻഫർമേഷൻ ഡിറൈവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൽ നിന്ന്. അപ്പോൾ നമുക്ക് എങ്ങനത്തെ എല്ലാം ഇൻഫർമേഷൻസ് കിട്ടും. ഓക്കെ, നമുക്ക് 2 രീതിയിൽ ഇൻഫർമേഷൻ കിട്ടും. ഒന്ന് ഫിനാൻഷ്യൽ ഇൻഫർമേഷനും ഒന്നെന്താണ്, നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷനും കിട്ടും. ഓക്കെ, ഇനി എന്താണ് ഫിനാൻഷ്യൽ, എന്താണ് നോൺ ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞുതരാം. ഓക്കെ, എന്താണ് ഫിനാൻഷ്യൽ, എന്താണ് നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അതായത് ഇപ്പം ഞാൻ ഒരു 20,000 rupees, ഓക്കെ, ഞാനല്ല, സോനു എന്ത് ചെയ്യണേ, ഇന്നലെ എന്ത് ചെയ്തു, 20,000 rupees സെയിൽസ് നടത്തി. സോ ഇതിന് നമുക്ക് എന്ത് പറയാം, ഇതെന്ത് ഇൻഫർമേഷനാണ് ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇറ്റ് ഈസ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അല്ലേ, ഇത് ഫിനാൻഷ്യൽ ഇൻഫർമേഷനാണ്. എന്തുകൊണ്ടാണ് ഇത് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആയത്, ബിക്കോസ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി അല്ലേ, മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നതെല്ലാം എന്താണ്, ഫിനാൻഷ്യൽ ഇൻഫർമേഷനാണ്. അതായത് 20,000 rupees സെയിൽസ് ഉണ്ടായി, അതേപോലെ 10,000 പ്രോഫിറ്റ് ഉണ്ടായി. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മൾ മോണിറ്ററി ടേംസിലാണ്. സോ നമുക്കിതിനെന്ത് പറയാം, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറയാം. ഓക്കെ, ദെൻ നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്താണ്, അപ്പോൾ നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്തായിരിക്കും, ചിന്തിച്ച് നോക്കിയേ. നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ തരാം. മൈ ഷോപ്പ് ഹാഡ് 300 കസ്റ്റമേഴ്സ് ടുഡേ. അതായത് എൻ്റെ ഷോപ്പിൽ ഇന്ന് 300 കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. ഇതിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, നമ്പേഴ്സ് കാണുന്നുണ്ട്. പക്ഷേ ഇതൊരു മണി വാല്യൂവിലാണോ എക്സ്പ്രസ് ചെയ്തത്, അല്ല, നമുക്കിതിൽ നിന്നൊരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. അതായത് ഇതിൽ നമുക്ക് ഒരു നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. അതായത് എൻ്റെ ഷോപ്പിൽ ഇന്ന് 300 കസ്റ്റമേഴ്സ് വന്നല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറയാം. 20 എംപ്ലോയീസ് ഉണ്ട്, എൻ്റെ ഷോപ്പിൽ 20 എംപ്ലോയീസ് ഉണ്ട്, അതേപോലെ 300 കസ്റ്റമേഴ്സ് ഉണ്ട്. ഓക്കെ, പിന്നെ മെഷീൻ റൺ ചെയ്യുന്നത് 10 മണിക്കൂറാണ്. ഇതൊക്കെ പറയുന്നത് എന്താണ്, നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷനാണ്. ഓക്കെ,